ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ മുല്ലക്കൽ ചിറപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാണാത്തവരും കേൾക്കാത്തവരും ഉണ്ടെങ്കിൽ ഇതാ ഇങ്ങോട്ട് പോന്നോളൂ. ഇതാണ് കേട്ടോ മുല്ലക്കൽ ചിറപ്പ്. നമ്മുടെ ആലപ്പുഴയിലെ മുല്ലക്കലിലെ ചിറപ്പാണ് ഈ കാണുന്നത്. ഡിസംബർ മാസത്തിലാണ് കേട്ടോ ഈ മുല്ലക്കൽ ചിറപ്പ് നടക്കുന്നത്. എന്താണേലും നമ്മുടെ ആലപ്പുഴക്കാർ എന്താണേലും ഈ മുല്ലക്കൽ ചിറപ്പ് നടക്കുമ്പോൾ അവിടെ ഒരു ദിവസമെങ്കിലും വന്നൊന്ന് കണ്ടു കേട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ പോകും, എന്താണേലും പോകും. പോയില്ല എന്നുണ്ടെങ്കിൽ നഷ്ടമാണ്, പോകും എന്താണേലും എല്ലാവരും. അപ്പം ഞങ്ങൾ അവസാന ഘട്ടത്തിലാണ് കേട്ടോ, ചിറപ്പിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഞങ്ങളിതാ മുല്ലക്കൽ ചിറപ്പ് കാണാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഒരുപാട് കടകൾ നമുക്ക് കാണാം കേട്ടോ, ഇതുപോലെ ചിന്തിക്കടകൾ, പിന്നെ എന്താ പറയുക, ഒരുപാട് ബലൂൺസുകൾ, ബബിൾസുകൾ, അതെ, ഓരോ അഡ്വർടൈസ്മെൻറ്റുകൾ, അങ്ങനെ ഒത്തിരി ആൾക്കാർ ഈ ചിറപ്പിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മുടെ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു സൈഡിൽ കൂടെ പോയി, ഇങ്ങോട്ട് വരുമ്പോൾ അപ്പുറത്തെ സൈഡിൽ കൂടെ എല്ലാം കണ്ട് വരിക. ഈ കടകൾ കാണുക എന്നുള്ളതാണ് മെയിൻ കാര്യം. നമുക്കൊരു സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല, അവർ ഒടുക്കത്തെ വിലയാണ് കേട്ടോ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫുട്ബോൾ തിരക്കിയപ്പോൾ ഒരു കടയിൽ 600 രൂപ പറഞ്ഞ്, അതിൻ്റെ തൊട്ടപ്പുറത്തെ കടയിൽ അത് 250 രൂപയ്ക്ക് കിട്ടി എന്നുള്ളതാണ് വാസ്തവം. അപ്പം നമ്മൾ വില പേശി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കിട്ടും കേട്ടോ. വില പേശുന്നതനുസരിച്ച് നമുക്ക് കുറച്ചും കിട്ടും. നല്ല ആൾക്കാരൊക്കെയാണ് നമുക്ക് തരും കേട്ടോ. അങ്ങനെയാണ് അവിടെ. എന്താണേലും നമ്മളധികം വില പേശാനൊന്നും നിന്നില്ല. നമ്മളൊരു ഫുട്ബോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കണ്ടോ കരിമ്പ് ജ്യൂസ്, അത് നമ്മളൊന്നും കഴിച്ചൊന്നുമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് കണ്ട് പോയി, അത്രയേ ഉള്ളൂ. പിന്നെ ബജ്ജീസൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ ഓരോ സ്ഥലങ്ങളും പിന്നെ വേറൊരു വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൂട്ടത്തോടു കൂടി ആയിരിക്കുമല്ലോ പോകുന്നത്. നമുക്ക് കൂട്ടം തെറ്റി പോകാനുള്ള ചാൻസസും ഉണ്ട്. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വായി നോക്കി ഓരോ കടയൊക്കെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളവരങ്ങ് പോയി കളയും. അതാണ് ഇതിനകത്ത് വരുന്നൊരു കാര്യം. അപ്പോൾ എല്ലാവരുടെയും മൊബൈലുള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് സെറ്റായി അങ്ങനെ കണ്ടുപിടിക്കും. നമ്മൾ പിന്നെ പർച്ചേസ് ചെയ്തിരിക്കുന്ന നമ്മൾ പാസരക്കടയിലാണ് കേട്ടോ. നമ്മളൊരു പാസരമൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പാസരമൊക്കെ കാലിലിട്ട് വരുന്നുണ്ടോ, അങ്ങനെ ഒരു പാസരമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഡേയിൽ പോയപ്പോൾ അതിന് 150 രൂപയാണ് കേട്ടോ ഈ ചേച്ചി പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചെന്ന് അന്വേഷിച്ചപ്പോൾ അത് 120 ആയിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് 100 രൂപയ്ക്ക് കിട്ടി. പിന്നെ നമ്മളത് വാങ്ങിച്ചത് ഭരണീസാണ്. നമുക്ക് പിന്നെ നമ്മുടെ കണ്ണിലുടക്കിയതെല്ലാം ഭരണികളായിരുന്നു കേട്ടോ. നല്ല ഭംഗിയില്ലേ, നല്ല കളർഫുള്ളായിട്ട് ഭരണികളൊക്കെ കണ്ടില്ലേ. ഉപ്പിലിട്ട മാങ്ങയൊക്കെ ഇട്ട് വെക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിരക്കിയപ്പോൾ നല്ല റേറ്റാണ് പറഞ്ഞത്. എന്താണെങ്കിലും നമ്മൾ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 250 രൂപയ്ക്കാണ് 2 എണ്ണം വാങ്ങിച്ചത്. അതും വില പേശി തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. അങ്ങനെ ഭരണീസൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്, ഓരോന്നൊക്കെ കണ്ട്. അങ്ങനെയായിരുന്നു മുല്ലക്കൽ ചിറപ്പ് കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ചിറപ്പൊക്കെ കണ്ട് കറങ്ങി അടിച്ച് നടക്കുമ്പോഴേക്കും നമ്മുടെ സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഒരു 7-7:30 ടൈമോടുകൂടി എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലെത്തണ്ടേ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയൊക്കെ കണ്ട് നമ്മൾ സന്തോഷത്തോടു കൂടി നമ്മുടെ ഈ വർഷത്തെ ചിറപ്പ് വൈൻഡപ്പ് ചെയ്ത് നമ്മളിതാ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഉള്ളൂ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ബൈ, ടാറ്റാ.